ഇതിലെ ആദ്യ വരി വായിക്കാം. സ്ത്രീകൾക്കാണ് സമൂഹവും നിയമവും മുൻഗണന നൽകേണ്ടത് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. അതോടൊപ്പം പുരുഷന്റെ പ്രശ്നങ്ങൾ അവഗണിക്കുകയും ചെയ്യരുത്. ഇത് പിച്ചിന് വേണ്ടിയും സോഫ്റ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. വി ജെനുവിൻലി ബിലീവ് ഇൻ ഇറ്റ്. ഫസ്റ്റ് വരിയും കൂടെ വായിക്കാം. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത്. അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ/യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ഉയരുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഇന്ത്യൻ പാർലമെന്റിലും സമാനമായ സബ്മിഷനുകൾ വരുന്നു. നമ്മളാണിത് ആദ്യം തയ്യാറാക്കിയെങ്കിലും നമ്മൾ അവതരിപ്പിക്കാത്തതുകൊണ്ട് ഡോക്ടർ അശോക് കുമാർ മിത്തൽ, ആപ്പിന്റെ MP, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ, അദ്ദേഹം ഇത് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇനിയും ഒരുപാട് പ്രോസസ് ഉണ്ട്. ഇത് BBC-യുടെ ഒരു റിപ്പോർട്ടാണ്. ആ BBC പറയുന്നത് 53% BBC കോട്ട് ചെയ്തതാണ്. 53% ഇന്ത്യയിൽ വരുന്ന റേപ്പ് കേസസും ഫോൾസ് റേപ്പ് കേസസ് എന്നാണ്. നമുക്കങ്ങനെ ഒരു പ്രജുഡിസ് ഒന്നുമില്ല, പക്ഷേ അങ്ങനെ ഒരു നമ്പറുണ്ട്. നമ്മൾ 3 ഡിമാൻഡേ വെക്കുന്നുള്ളൂ. വേറെ 3 ഡിമാൻഡ്, അതും ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് കോട്ട് ചെയ്തതാണ്. ഞാൻ സാറിന് നൽകുകയാണ്. ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അക്യൂസ്ഡിനും റൈറ്റ് ടു പ്രിവസി ഉണ്ട്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സാഹചര്യത്തിൽ സിനിമാ നടന്മാരുടെ പേര് വരികയാണെങ്കിൽ കേസ് അന്വേഷണം തീരുന്നത് വരെ അവരുടെ പേരും പുറത്തുവിടരുത്. ഇതാണ് ഒരു ഡിമാൻഡ്. അല്ല, ഹേമ കമ്മിറ്റിക്ക് മാത്രമാണ്. അത് ഹേമ കമ്മിറ്റിക്ക് മാത്രമാണ്. ഇത് എല്ലാത്തിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യണം. ഏത് കേസിലോ, അതായത് പീഡന കേസിലും. എന്തുകൊണ്ട് പീഡന കേസ്? കാര്യം പീഡന കേസിൽ വരുമ്പോൾ പീഡന കേസിൽ മാത്രമല്ലേ പെൺകുട്ടികൾക്കും ആ പ്രൊട്ടക്ഷൻ ഉള്ളൂ. എൻ്റെ മാല ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പേര് പറയുന്നതിന് നഷ്ടമില്ലല്ലോ. കാര്യം പീഡന കേസ് സമൂഹത്തിൽ സ്റ്റിഗ്മ ഉണ്ടാക്കും എന്നുള്ളതാണ്. 2, പല ആൾക്കാരും പറയുന്നത് ഏതെങ്കിലും ദുർബല വിഭാഗത്തിന് മാത്രമേ കമ്മീഷൻ ഉണ്ടാകാവൂ. അതൊരു കറക്റ്റ് പോയിന്റാണ്. പക്ഷേ യുവജന കമ്മീഷൻ അടക്കം ഉണ്ടല്ലോ. യുവജനങ്ങൾ ദുർബല വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. യൂത്ത് കമ്മീഷനുണ്ട്. നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം മനുഷ്യാവകാശ കമ്മീഷൻ ഉപയോഗിച്ചുകൂടെ? സാർ, അത് റെട്രിക്കാണ്. എന്നിരുന്നാലും എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിലും വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ. അല്ല, സ്ത്രീകൾ ദുർബലർ. അപ്പം ദുർബല ഇനി അങ്ങനെ പറഞ്ഞുകൂടാ കേട്ടോ. അത് സ്ത്രീവിരുദ്ധമാണ്. അങ്ങനെ പറയരുത്, സ്ത്രീവിരുദ്ധമാണ്.